ഹായ് നമസ്കാരം, ഞാൻ അബ്ദുൽ ബാരിയാണ്. ഇന്നലെ രാത്രി മുതൽ എൻ്റെ ഒരു പഴയ കാല വോയിസ് റെക്കോർഡ് എല്ലാ ഗ്രൂപ്പുകളിലും കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വോയിസ് ഒന്ന് നോക്കുമ്പോൾ നമ്മളെ തൃശ്ശൂർ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ കേസ് കൊടുത്താലേ എല്ലാവർക്കും പണം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പ്രചരണങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടും ചില ആളുകൾ പണം കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആലോചനയിലൊക്കെ ആ ഓടിക്കളിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൗണ്ട് എന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ച വ്യക്തി വിദേശത്ത് നിന്ന് ഷാൻ എന്നുള്ള ഒരു വ്യക്തിയാണ്. ഈ ഷാൻ ചോദിച്ച ചോദ്യം, ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഈ ജനങ്ങൾക്ക് പണം കിട്ടുമോ ഇല്ലയോ, ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റ് ടൈപ്പ് ചെയ്തിടുകയും ആ പോസ്റ്റിന് 1-2 ദിവസമായിട്ട് ആരും മറുപടി കൊടുക്കുകയും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പല ചർച്ചകൾ കഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും ആ 2 ദിവസം മുന്നത്തെ പോസ്റ്റിൽ നോട്ട് ചെയ്തുകൊണ്ട് ഇതിന് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അവിടെ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ അതിനു വേണ്ടി ഒരു മറുപടി ടൈപ്പ് ചെയ്തിട്ടു. എല്ലാവരുടെയും പണം കിട്ടും, ഹൈറിച്ച് തിരിച്ചു വന്നാൽ ഹൈറിച്ച് എങ്ങനെയാണോ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അതുപോലെ കമ്പനി ആ ആളുകളുടെ എല്ലാവരുടെയും ഫണ്ട് കൊടുക്കും. ഇനി അഥവാ നെഗറ്റീവായി തിരിച്ചു വന്നില്ല എന്ന് വെക്കുക, ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടിയാണ്, നമ്മളുടെ പണം വാങ്ങിത്തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്തായാലും ആ പൈസ നമുക്ക് തരുമല്ലോ അങ്ങനെ വന്നാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 രീതിയിൽ സംഭവിച്ചാലും നമുക്കാർക്കും പണം നഷ്ടപ്പെടൂല എന്നുള്ള ഒരു പോയിന്റ് അവിടെ എഴുതിയിട്ടു. ആ എഴുതിയിട്ട ആ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് പല ഗ്രൂപ്പുകളിലും അവരത് അമ്മാനാടി, എങ്ങനായാലും പൈസ കിട്ടും എന്ന് പറഞ്ഞിരിക്കണേ, ഭാര്യ സാറ് പറഞ്ഞിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തി ചില ഗ്രൂപ്പിൽ പോസിറ്റീവായി നിൽക്കുകയും ചില ഗ്രൂപ്പിൽ കമ്പനിക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു വിവരവും എനിക്ക് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾ പിന്നീട് ഇരിക്കുമ്പോൾ സൗദിയിൽ നിന്ന് ഒരിക്കൽ എന്നെ കോൾ ചെയ്തു. ഈ കോൾ ചെയ്തപ്പോൾ എനിക്ക് കൃത്യമായിട്ടും ആൾ അതാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഹൈറിച്ചിലുള്ള ഒരു മെമ്പറോട് പറഞ്ഞ രീതിയിലല്ല എനിക്ക് ആളോട് പറയാനുള്ളത്, കാരണം ആൾ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ യഥാർത്ഥങ്ങൾ അവരിലുള്ള തെറ്റിദ്ധാരണ മാറ്റേണ്ട രീതിയിൽ ആ വ്യക്തിയോട് സംസാരിച്ചു. നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് 1-2 ആൾക്ക് മാത്രം വലിയ ടെൻഷൻ ഉണ്ട് ഈ ഒരു വോയിസ് കേട്ടാരെ, ആകെ പാനിക്ക. എന്ത് പാനിക്കാണ്? ഹൈറിച്ചിൽ ഡിജിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നുള്ളത് ഞാൻ മാത്രം പറഞ്ഞതല്ല, കമ്പനി മുന്നേ പറഞ്ഞതാണ്. ഇപ്പം നമ്മളെ വക്കീലന്മാരും പറയുന്നതാണ് അത് അഡ്വാൻസ് കൺസൈൻമെൻ്റ് ആണ്, അത് ഡെപ്പോസിറ്റ് അല്ല എന്ന്. ഇനി നിങ്ങളൊക്കെ പാനിക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഇത് ഡെപ്പോസിറ്റ് ആക്കി മാറ്റണോ? ഇന്നൊന്നലും വന്ന ഒരു വാരിസാറാണ് ഇത് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ വേറൊരാളെ വോയിസ് കേട്ടു. ഞാൻ എന്ന് വന്നതാണെന്നുള്ളതും ഞാൻ ആരാണെന്നുള്ളതും എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വോയിസ് കേട്ടിട്ട് എത്ര ആൾ ഇത്ര കാലം പാനിക്കായിട്ടുണ്ട് എന്നുള്ളതും ആളുകൾ തീരുമാനിച്ചോളും. നിങ്ങളോടല്ല എൻ്റെ മറുപടി. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പാനിക്കാവണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് മാത്രമാണ്. അത് മാത്രമല്ല, ആ വ്യക്തി ചോദിച്ച ചോദ്യം, ആ ചോദ്യം അതിന് കട്ടാണ്. 2 വട്ടം കോൾ ചെയ്തു. ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യത്തിലും അത് കഴിഞ്ഞിട്ട് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് 2ാമത് ചെയ്തതുമാണ് റെക്കോർഡായിട്ട് വന്നിട്ടുള്ളത്. എന്തായിരുന്നു ചോദ്യം എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഹൈറിച്ച് തിരിച്ചു വന്നാൽ എവിടുന്നാണ് ഈ പൈസ കമ്പനി കൊടുക്കുക? കമ്പനീൻ്റെ കയ്യിൽ ആകെ 200-270 കോടി കയ്യിലുള്ളൂ, 3000 കോടി കൊടുക്കാനില്ലേ? അപ്പോൾ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഈ ലീഡേഴ്സിൻ്റെയും അതിൻ്റെ താഴെയുള്ള എല്ലാവരുടെയും മുതൽ ഫ്രീസ് ചെയ്തിട്ട് എടുത്താലും ആ പൈസ തീർക്കാൻ സാധിക്കൂലല്ലോ, പിന്നെ എങ്ങനെ കൊടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനായിരുന്നു എൻ്റെ ഉത്തരം. ആ ചോദ്യം അതിലില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, എല്ലാവരുടെയും പണം കിട്ടും, പക്ഷേ 3000 കോടി എന്നൊക്കെ പിരിച്ചെടുത്ത കണക്കുകൾ മാത്രമേ ഇവിടെ എല്ലാവരും പറയണുള്ളൂ. അതിലൊരുവിധം എല്ലാ ആൾക്കാർക്കും പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഡിജിറ്റലിൽ വന്ന ആൾക്കാർക്ക് പ്രോഫിറ്റിൽ നിന്ന് 3 ഇരട്ടി വരെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഡിജിറ്റൽ ഒരിക്കലും ഡെപ്പോസിറ്റ് അല്ല, അവർക്ക് 3 ഇരട്ടി വരെ കിട്ടും. അത് എവിടെ നിന്ന് കിട്ടും? കമ്പനീൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കിട്ടും. അത് കമ്പനി തിരിച്ചു വന്നാൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഇനിയും അത് കൊടുക്കാൻ കമ്പനി തയ്യാറാണ്. പിന്നെ ഇവിടെ ഡിജിറ്റലിൽ പൈസ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രം ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്, കാരണം ഞങ്ങളെ പൈസ കിട്ടൂലേ എന്നുള്ളത്. അവിടെയാണ് ഒന്ന് എനിക്ക് തിരുത്തി പറയാനുള്ളത്. ഡിജിറ്റലിൽ പൈസ കൊടുത്തവർക്ക് പൈസ കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം, എല്ലാവർക്കും പൈസ കിട്ടും. കാരണം ഡിജിറ്റൽ അഡ്വാൻസ് കൺസൈൻമെൻ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് കമ്പനി തിരിച്ചു വന്നാൽ
കൃത്യമായിട്ടും അതേ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ആ ആളുകൾക്ക് അതുപോലെ കൊടുക്കാൻ കമ്പനി തയ്യാറാണ്, കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴോ അത് ഡിജിറ്റലിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നൊന്നുമല്ല അവിടുത്തെ വിഷയം. അവിടെ നോക്കുമ്പോൾ ജനങ്ങൾ അടച്ച പൈസ തന്നെയാണ്, അത് കിട്ടിയതിൻ്റെ ബാക്കി കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഇത് തിരിച്ചു വരാത്ത രീതിയിലാണ് വാരിസാറിൻ്റെ ഫുള്ള് സംസാരം വന്നിട്ടുള്ളത്. തിരിച്ചു വന്നില്ലെങ്കിൽ എങ്ങനെ കൊടുക്കും എന്നുള്ളത് ഇയാളെ ചോദ്യങ്ങളുടെ ഉത്തരമായിരുന്നു ആ കൊടുത്തിരുന്നത്. അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ കമ്പനി എന്താണ് പിന്നീട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മളുടെ ഡിജിറ്റലിൽ വന്നിട്ടുള്ള പൈസ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എങ്കിലും ചില ആളുകൾ ഇനി തെറ്റിദ്ധരിച്ച് ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ കരുതി നിക്ഷേപിച്ച ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അവർക്ക് പണം കൊടുക്കാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് അന്ന് MD അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ പണം തിരിച്ചു വേണ്ട വെച്ചാൽ അതൊക്കെ ഗൂഗിൾ ഷീറ്റിൽ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതി വിടാൻ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറുമാണ് എന്നുള്ളതും കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലീഗലി ആയിട്ട് അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അത് കമ്പനിക്ക് അതിൻ്റെ പ്രോഫിറ്റേ കൊടുക്കേണ്ടതുള്ളൂ, ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോഫിറ്റ് കൊടുത്ത് തീർത്താൽ മതി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഡിജിറ്റലിൽ ഇട്ടോലെ പൈസ കിട്ടൂല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ നിയമം അങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഐറിച്ചുകാരോടല്ല ശരിക്കും. ഒന്ന്. പിന്നെ രണ്ട് ചോദ്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ്, തൃശ്ശൂരിലൊക്കെ ബെഡ്സിൻ്റെ കേസിൽ വിധിയും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ഒരുപാട് കാലം മുന്നേ. അപ്പോൾ അവിടെയാണ് കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് പിന്നുള്ള എൻ്റെ കാര്യങ്ങൾ. ഇവിടെ ആരും പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല FI കൊടുത്തു വെച്ച 42ഉം 50ഉം FIR എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ പൈസ കിട്ടണമെങ്കിൽ കേസ് കൊടുത്തോളി എന്ന് പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങൾ ഈ കൊടുത്ത ആളുകളുണ്ടല്ലോ, കൊടുത്ത ആളുകളൊക്കെ അത് 420 ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അത് പൈസ കിട്ടാനുള്ളതല്ല 420. പൈസ കിട്ടണമെങ്കിൽ സിവിൽ കേസ് കൊടുക്കണം. അപ്പോൾ സിവിൽ കേസല്ല ഇവിടെ നിങ്ങളെ കൊണ്ട് അവർ കൊടുപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പണം കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് അത് കാരണത്താൽ 420 പരമാവധി ഉൾപ്പെടുത്തിയിട്ട് ഐറിച്ചിലുള്ള MDയെയും ഐറിച്ച് കമ്പനിയെയും ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം നിറവേറുകയാണ് അതിൽ ചെയ്തത്. കാരണം 420 ഇട്ടതിൻ്റെ പേരിൽ ആർക്കും പണം കിട്ടൂല. 420 ഇട്ട് കഴിഞ്ഞാൽ ആ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന് മാത്രമേ അത് നടക്കുള്ളൂ. കുറച്ചു കാലം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് ഒരു ഫൈന് വല്ലതും വന്നാൽ പോലും ആ ഫൈൻ അടക്കാനില്ലെങ്കിൽ അതിനും കൂടി കിടന്നാൽ മതി എന്നല്ലാതെ പണമായിട്ട് തിരിച്ചു കിട്ടൂല. ആർക്ക് കിട്ടൂല? അവിടെ കൃത്യമായിട്ട് വ്യക്തമാക്കണം. ഈ കേസ് കൊടുത്തവർക്ക് പിന്നീട് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റൂല. കേസ് കൊടുത്തവൻ്റെ കേസിൻ്റെ ശിക്ഷ ആള് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പിന്നെ അവരെ തൊടാൻ പറ്റൂല, അവർ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ തൊടാൻ പറ്റൂല എന്നാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും തൊടാൻ പറ്റൂല എന്നോ ജനങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല എന്നല്ല അതിൻ്റെ അർത്ഥം. കേസ് കൊടുത്ത വ്യക്തിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അയാൾ കൊടുത്ത കേസ് പ്രകാരം അവിടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കാർക്കും, പ്രത്യേകിച്ച് ഐറിച്ച് എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനികളെ പോലെയല്ല, കൃത്യമായി ഡാറ്റ ഉള്ള കമ്പനിയാണ്. കൃത്യമായി ഡാറ്റ ഉള്ള കമ്പനി. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്ന കൃത്യ ഡാറ്റ കമ്പനിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആരും കേസ് കൊടുക്കാതെ തന്നെ നമ്മളുടെ പണം കിട്ടും. അപ്പോൾ അവിടെ കേസ് കൊടുക്കലല്ല വേണ്ടത്. കോമ്പിറ്റൻ്റ് അതോറിറ്റിൻ്റെ അടുത്ത് ആ ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റ് പ്രകാരം നമുക്ക് പൈസ തരാൻ നിൽക്കുമ്പോൾ നമ്മളെ പേര് അതിലില്ലെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ അപ്പോഴും നമ്മൾ കേസ് കൊടുക്കേണ്ടതില്ല എന്നും കൂടിയാണ് അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരുടെ പിന്നെ മുതൽ സ്വത്തുക്കളും എടുത്ത് ഫ്രീസ് ചെയ്ത് പോയാലും ഈ പൈസ കൊടുക്കാൻ തയ്യില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് 200 ചില്ലാൻ കോടിയുള്ളൂ പിന്നെ അക്കൗണ്ടിലുണ്ട്. 300-400 കോടിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ ഇതാകുള്ളൂ. 3000 കോടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കമ്പനീൻ്റെ അക്കൗണ്ടിലുള്ള പൈസയും എന്തായാലും ഇപ്പോൾ നമ്മളത് ആ MDൻ്റെയും അവരെ വീടും കാര്യം വണ്ടിയും ഒക്കെ ജപ്തി ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മറ്റു കുറച്ച് സംഭവങ്ങളും കൂടി സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു വിഷയമുള്ളൂ. അല്ലാതെ എല്ലാവരുടെ സ്വത്തുമൊക്കും കൂടി അത് ബാധിക്കണ ഒരു വിഷയമല്ല എന്നുള്ളതും, അതുപോലെ തന്നെ വെറും 800 റുപ്യ അടച്ച് നമ്മളെ കമ്പനിയിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ചിലപ്പം OTTയിലൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അവർക്ക് പ്ലസും മൈനസും നോക്കുമ്പോൾ അവർ ഒരുപാട് പൈസ പ്ലസ്സിലാണ് ഈ കാര്യം. അവർക്കും കമ്പനി സ്റ്റോപ്പാണെങ്കിൽ അത് കൊടുക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് കമ്പനി പ്രവർത്തിച്ചു പോകുമ്പോൾ പറഞ്ഞതുപോലെ കൊടുക്കണം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിജിറ്റലിൽ പൈസ ഇട്ട ആൾക്കാർക്ക് ഡിജിറ്റലിൽ ആ രീതിയിലാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, പൈസ കിട്ടൂല എന്നല്ല. അവിടെ എന്തൊക്കെ ഓപ്ഷൻ കമ്പനി കൊണ്ടുവരുന്നറിയോ? കാരണം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് നിങ്ങൾ ID ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ പൈസ നിങ്ങൾക്കാക്കിയിട്ട് ആ IDയെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ലീഗലി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് നമ്മൾ അധികം കിടക്കണ്ട. ഇവിടെ ഞാൻ ഈ ഒരു സംശയം വന്നതുകൊണ്ട് ആ സംശയം ഇന്നാലിന്ന വ്യക്തിയോട് പറഞ്ഞതാണ്. ആരോ ഒരാൾ പറഞ്ഞു ഗ്രൂപ്പിൽ, ഇതൊക്കെ ആ ആൾക്കാരോടൊക്കെ പേഴ്സണലായിട്ട് പറയാമെന്നല്ലാതെ ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്.
ഞാനത് പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച ആളോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക്കായിട്ട് അവരത് പരത്തിയപ്പോൾ പബ്ലിക്കായതാണ്, ഞാനല്ല അത് പരത്തിയിട്ടുള്ളത്. ഒന്നത് പിന്നെ എല്ലാ ഗ്രൂപ്പിലും കിടന്ന് കളവളാ പറഞ്ഞിക്കാണ്ട് എല്ലാവരും കൂടി പാനിക്കാക്കണ പണിയല്ല നമ്മൾ ചെയ്യണത്. നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയണവർക്ക് അത് കാര്യങ്ങൾ കൃത്യമായിട്ടും അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അതേക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിൻ്റെ പണം അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പാവങ്ങളുടെ പണമാണ്, അത് എത്രയും പെട്ടെന്ന് വാങ്ങിയെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ പൂർത്തിയായ ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ടും ബാക്കിയുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മളുടെ പരാതികളും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അറിയിച്ച് ഇത്തരം കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ള ആളുകൾ പല രീതിയിലുള്ള പോസ്റ്ററുകളും പല രീതിയിലുള്ള ക്ലിപ്പുകളും ഒക്കെ പ്രചരിപ്പിക്കും. അത് നിങ്ങളതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. അതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ലീഗൽ ടീം അത് കോടതിയിലാണ്, അത് കൃത്യമായിട്ടും അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി HCRS നിലവിൽ വന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായ വിവരം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. അതിന് പത്രത്തിലും അതുപോലെ തന്നെ എല്ലാ ചാനലുകളും മറ്റൊക്കെ വാർത്താ സമ്മേളനമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാരവാഹികളുടെ മീറ്റിംഗ് മിന്നാന്ന് നടന്നു. പണ്ടാരോ പറഞ്ഞ മാതിരി ഒരുപാട് ലീഡേഴ്സൊന്നുമല്ല അതിൻ്റെ മുൻനിരയിലുള്ളത്. ഹൈറിച്ചുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളെ മാത്രം എടുത്തുകൊണ്ടാണ് നമ്മളത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് എന്താണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റിൻ്റെ ആവശ്യങ്ങൾ എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം ഷാന്മാർക്ക് മറുപടി കൊടുത്തുകൊണ്ട് കളയാനുള്ളതല്ല സമയം എന്നും കൂടി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങളാരും പാനിക്കാണ്ട. ഈ പാനിക്ക് എന്നുള്ള പേരെ ഞാൻ ഇതിന് കേട്ടതാണ്. ചെറിയൊരു വിഷയം വരുമ്പോൾ അതിന് ഗ്രൂപ്പ് കിടന്നുകൊണ്ട് ബഹളം വെച്ച് അതൊരു വലിയ വിഷയമാക്കി മാറ്റണ്ട. കൃത്യമായിട്ട് ഞാനിട്ട വോയിസ് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് കോമ്പിറ്റൻ്റ് അതോറിറ്റി എങ്ങനെ പൈസ കൊടുക്കും, അതിന് കേസ് കൊടുക്കേണ്ടതില്ല. കൊടുത്തിട്ടുള്ള കേസ് മുഴുവൻ 420 ആണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പനിയിൽ വന്ന പൈസ 3 കൊല്ലം 8 വർഷമായിട്ടും വന്ന പൈസൻ്റെ ഒരു കണക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ഒരാൾ പറഞ്ഞു, എന്തിനാണ് ഈ കമ്പനി കൊടുത്ത കണക്കൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെ പറയണത്? കമ്പനി 3000 കോടി പറ്റിച്ചു എന്നുള്ളത് പബ്ലിക്കിൽ ചാനലിൽ വരുമ്പോൾ ഇത്രയും ആളുകൾക്കും ഈ രീതിയിലൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്താ നമ്മൾ പറയണ്ടേ? നമ്മൾ പൈസ കൊടുത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഓരോ കൺസെപ്റ്റും കാര്യങ്ങളും പുതിയ പ്രൊജക്റ്റുകളിലേക്കും കമ്പനി മുടക്കിയിട്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പൈസ തയ്യിലാന്ന് പറയുന്നത്. അല്ലാതെ പൈസ എവിടേക്കെങ്കിലും പോയി കളഞ്ഞിട്ടോ മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിച്ചിട്ടോ മാറ്റിയിട്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടോ ഒന്നുമല്ല. നമ്മളുടെ പണം പ്രൊജക്റ്റുകളിലുണ്ട്. കമ്പനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണോ ലീഗലി കമ്പനീൻ്റെ പ്രശ്നം വെച്ചാൽ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് വരാൻ വേണ്ടി നിയമത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും നമുക്കും കൂടെ നിൽക്കാം. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. കൃത്യമായിട്ടും നമ്മളുടെ ബിസിനസ്സും നമ്മളുടെ കമ്പനിയും തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു വാക്കും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, നമസ്കാരം.